അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി അല്ലേ? ഇന്ന് നമ്മള് പുതിയൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് മുസ്ലിമ ഇൻ 30 ഡേയ്സ്. ഇതില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെൽഫ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു നല്ല മുസ്ലിമയാവാണ്. 30 ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ഈ 30 ദിവസത്തെ വീഡിയോ ദിവസവും പോസ്റ്റ് ചെയ്യാൻ കഴിയുമേ എന്നാണ് അള്ളാഹുവിനോട് ദുആ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആസ് എ മുസ്ലിമ എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്ന് ഒരു മുസ്ലിമ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഓക്കെ, എന്റെ പേര് ആബിദ. ഇന്നലെ വരെ നമ്മൾ ജീവിച്ചത് എന്തിനായിരുന്നു? നമ്മളെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇഹലോകത്തെ പറ്റിയിട്ട്. ഇപ്പൊ ഒരുപാട് ആഗ്രഹങ്ങൾ. എന്നാൽ നമ്മളിവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാന് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പം നമ്മള് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് സ്വർഗം കിട്ടും. ആണോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നെട്ടോട്ടം ഓടേണ്ടത്? എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നെട്ടോട്ടം ഓടേണ്ടത്? അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ നമ്മളെ പരിശ്രമം കൂടുതൽ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഓർത്ത് നോക്കാം. ഇപ്പൊ നമ്മള് ഏതുപോലെ അല്ലെങ്കിൽ എന്തുപോലെയുള്ള ഒരു മുസ്ലിം ആയിട്ടാണ് ജീവിക്കുന്നത്? അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോ ഈ വീഡിയോ നിർത്തിപ്പോയിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇനിയും മുന്നേറാനില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അതെന്നാ, ഇനിയും മുന്നേറണം, ഇനിയും മാറാനുണ്ട് ഞാന് എന്ന് ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങളെ ലൈക്കും കമന്റും ഒക്കെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അവര് ഇത് കേട്ട് ഒരു ആയത്തെങ്കിലും ഓതുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഞാൻ ഈ ഒരു ബോധത്തിന്റെ ആരംഭമാണ്. 30 ദിവസം എന്റെ ഹൃദയം, മനസ്സ്, ജീവിതം എല്ലാം മാത്രമല്ല, ഇത് മാത്രമല്ലാതെ ഇബാദത്ത്, ശീലങ്ങള്, സ്വഭാവം, നമ്മളെ ആത്മാവിന്റെ പ്രകാശം, റൂഹിന്റെ പ്രകാശം എല്ലാം മാറ്റും ഇൻഷാ അല്ലാഹ്. അതിന് ആരാ നിയത്ത് ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരാണ് നിയത്ത് ചെയ്യണ്ടേ ഇൻഷാ അല്ലാഹ്. ഈ 30 ദിവസം കൊണ്ട് ഞാന് എന്റെ ഹൃദയം, എന്റെ മനസ്സ്, എന്റെ ജീവിതം എല്ലാം മാറ്റും. അതുപോലെ തന്നെ എന്റെ ഇബാദത്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തതാക്കും. എന്റെ ശീലങ്ങള് നന്മയിലേക്ക് മാറ്റും. എന്റെ സ്വഭാവങ്ങള്, എന്റെ ആത്മാവിന്റെ പ്രകാശം വർദ്ധിപ്പിക്കും. ഈ രീതിയിൽ നമ്മൾ നിയ്യത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ദുആ ചെയ്യാനാണ് കഴിയുക. ഇനി നമുക്ക് നോക്കാം, ഞാൻ ആരാണ്? ഞാൻ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്റെ വില എന്താണെന്നുള്ളത്? അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആരാണ്? എന്റെ ജീവിതം എങ്ങനെ, എന്തിനാണ്? ഒരു മുസ്ലിമയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഹിജാബ് അല്ല, ഡ്രസ്സല്ല, പേരുമല്ല. മുസ്ലിമ എന്ന് പറഞ്ഞാല് അള്ളാഹു ചൂസ് ചെയ്ത അടിമയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോളോവർ ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റി സ്ത്രീയാണ് ഒരു മുസ്ലിമ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയും. നമുക്ക് ഇതന്നെ ഒന്നും കൂടി നോക്കാം. അള്ളാഹു ചൂസ് ചെയ്ത അല്ലെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു അടിമയാണ്
ഒരു മുസ്ലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ പഠിപ്പിച്ച് അള്ളാഹു നേരിട്ടല്ല നമ്മളെ പഠിപ്പിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. അപ്പം നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫോളോവർ ആണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം, നബിന്റെ സുന്നത്തുകളെ പിൻപറ്റണം. ഇൻഷാ അല്ലാ നമുക്ക് ഈ 30 ദിവസത്തിനുള്ളിൽ മാക്സിമം ഇതിനെ ശ്രമിക്കാം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വി ക്രിയേറ്റഡ് യു ഇൻ ആൻഡ് ക്രിയേറ്റഡ് യു ഇൻ ദ ബെസ്റ്റ് ഫോം. നിങ്ങളെ ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ പടച്ചിട്ടുള്ളത് ആണോ? എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമ്മളെ കണ്ണ് അങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണ്, ചെവി അങ്ങനെയാണ്, ചിരി ഇങ്ങനെയാണ്, പല്ല് അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഏറ്റവും നല്ല രീതിയിലാണ് പടച്ചിട്ടുള്ളത്. ആണോ? എന്തൊരു വാക്കാണത്! നമുക്ക് എത്രയൊക്കെ ആരുടെ അടുത്തൊക്കെ ഇല്ല ഇല്ല എന്ന് തോന്നിയാലും, അല്ലെങ്കിൽ പോരാ പോരാന്ന് തോന്നിയാലും, അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ അത്രയും മെച്ചപ്പെട്ട ഒരാളാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അല്ലെ? അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പ്രപഞ്ചനാഥനായ എല്ലാവരും ആരാധിക്കുന്ന അള്ളാഹു പറയണേ, നീ ഭയങ്കര ഉഷാറാണ്, കാരണം ഞാനാണ് എന്നെ പഠിച്ചിട്ടുള്ളത്. എന്നെക്കാളും നന്നായിട്ട് നിന്നെ വേറൊരാൾക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ അത്രയും നല്ല രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആണോ? ഇത് നമ്മൾ ഓരോരുത്തരെയാണ് പറഞ്ഞത്. അള്ളാഹു ഏറ്റവും മനോഹരമായ രൂപത്തിലും ആത്മാവിലും നമ്മളെ സൃഷ്ടിച്ചു. നമ്മളിത് മറന്നു. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കമ്പാരിസൺ ആയി, ഡിപ്രഷനായി, മറ്റുള്ളവരായിട്ടുള്ള താരതമ്യമായി, അതിന്റെ വിഷമങ്ങളായി, നമ്മളെ പരാജയങ്ങളായി, ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ റൂഹ് അല്ലെങ്കിൽ നമ്മളെ മനസ്സ് സ്ലോ ആയിട്ട് അങ്ങനെ അറിഞ്ഞറിഞ്ഞ ഇനി നമ്മൾ വീണ്ടും ആ അടഞ്ഞുപോയ മനസ്സിനെ വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോവാൻ. ഇൻഷാ അല്ലാ. വീണ്ടും തുറക്കുകയാണ്. നമ്മുടെ റിയലൈസേഷൻ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉത്തരം എന്റെ ജീവിതം അള്ളാഹുവിൽ നിന്നാണ്. അവിടേക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അതിനിടയ്ക്കുള്ള കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയം അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് തിരിച്ചു പോകുന്ന സ്ഥലത്ത് അത്രയും ഉയർന്ന പദവി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേടാനാണ്. ഏതുപോലെ? നമ്മള് 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉണ്ടെങ്കിൽ, അല്ലേ, ഒരു പരീക്ഷ ഉണ്ട്. അപ്പൊ നമ്മള് മാക്സിമം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കും, അല്ലേ? കാരണം ആ ഒരു റാങ്ക് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിനേക്കാളും എത്രയോ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് മരണമില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ, ഏറ്റവും ഈ ലോകത്തുള്ള ഉള്ളതിൽ വെച്ച് ഈ ലോകത്ത് നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയിലും വൃത്തിയിലും ഉള്ള കാര്യങ്ങളാണ് നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ പോകുന്നത്. ആണോ? അത് കാലാകാലത്തേക്ക് ശാശ്വതമായി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് അസൈൻമെന്റും പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആണോ? ഇത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ചിന്ത ചിന്തിക്കാനുണ്ടായിരിക്കും. ഞാൻ ഇതുവരെ ചിന്തിച്ചത് എന്തായിരുന്നു? എന്റെ ജീവിതം ശരിക്കും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു പടച്ചതാണ്. നമ്മളെ ഒരു ഉം, ഒരു മിക്സി വാങ്ങി, ആ മിക്സിയിൽ അരയ്ക്കാനും പൊടിക്കാനും അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. നമ്മൾ വാങ്ങിയാൽ നമുക്ക് അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അതുപോലെ അള്ളാഹു നമ്മളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചു. നമ്മള് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ അത്രയ്ക്ക് കണ്ട് സ്നേഹിക്കുന്നില്ല, അള്ളാഹുലേക്ക് അടുക്കുന്നില്ല, ഒന്നുമില്ലാതെ അങ്ങനെ വഴി തിരിഞ്ഞ് നടക്കുകയാണ്. ആണോ? നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടോ?
നമ്മള് ഇബാദത്തൊക്കെ ചെയ്തു. ഈ നമ്മളെ ഇബാദത്ത് കൊണ്ട് അള്ളാഹ്ക്ക് വല്ല പ്രയോജനം ഉണ്ടോന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് നമുക്ക് ഉയർന്ന സ്ഥാനം തരാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനം തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ അർശില് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, നമ്മളെ ലൈഫ് നമുക്ക് നരകത്ത് പോവാതിരിക്കാൻ, നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട്, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞാല് ഞാൻ ഒരാളുടെ അടിമയല്ല, അള്ളാഹുവിന്റെ അടിമയാണ്. നമ്മളെ സൊസൈറ്റിയുടെ പ്രഷറിന് ഒരു പ്രിസണർ അല്ല നമ്മള്. നമ്മളെ ഈ ഒരു ജനങ്ങളിടയില് അവരുടെ പ്രഷർ കൊണ്ട് നമ്മൾ ജയിലിൽ നിന്നിട്ട് ആ ജയിൽ വാർഡൻ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്ന പോലെ മറ്റെല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ആലോചിച്ച് നോക്കുക. നമുക്ക് ഇന്ന് രാത്രി സമാധാനത്തോടെ അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ അള്ളാഹുവിന് ഈ നിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അൽഹംദുലില്ലാ, ഇന്ന് എന്റെ നല്ല ദിവസമായിരുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ഓരോ ദിവസവും ഉറങ്ങാൻ കഴിയണം. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നിരോധിച്ച കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല, അൽഹംദുലില്ലാ. ഇന്ന് എന്റെ ഒരു നല്ല ദിവസമായിരുന്നു എന്ന രീതിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിയണം ഓരോ ദിവസവും. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളോട് നമുക്ക് തന്ന ഡ്യൂട്ടി അത്രേ ഉള്ളൂ. അള്ളാഹു എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിസ്കരിക്കാനും സദക്ക കൊടുക്കാനും നന്മയിൽ പ്രവർത്തിക്കാനും അള്ളാഹുവിലേക്ക് എടുക്കാനും നബി അലൈഹി വസല്ലമിനോട് സ്വലാത്ത് ചെല്ലാനും നബി അലൈഹി വസല്ലമിന്റെ മേലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവര് ചെയ്യേണ്ടതുള്ളൂ. നന്മ ഉപദേശിക്കേണ്ടുള്ളൂ, തിന്മ ഉപദേശിക്കേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, ഞാൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ലൈഫ് അത്രയും ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് ഒരു കഥയുണ്ട്, ഞാൻ സമയം കളയല്ല, പെട്ടെന്ന് ഒരു കഥ പറയാം. ഒരു നാട്ടില്, കഥയാണ് കേട്ടോ, ഉള്ളതല്ല, കഥയാണ്. ഈ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നു ഇൻഷാ അല്ലാ അള്ളാഹു ഒരു നുണ പ്രചരിപ്പിച്ച ഒരു തെറ്റ് എന്നിലേക്ക് എത്തില്ലാന്നുള്ള പ്രതീക്ഷയില് ഞാൻ പറയണേ. ഇതൊരു ഉള്ള സംഭവമല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു നാട്ടിലെ ഒരു രാക്ഷസൻ ഒരു അല്ലെങ്കിൽ ഒരാള് ഒരു പുഴയില് ഒരു പൊടി കൊണ്ടുവന്നിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ ശപിക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, ഇനി ഈ പുഴയില് നീന്തുന്നവരല്ലെങ്കിൽ കുളിക്കുന്നവരെല്ലാം, ഈ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നവരെല്ലാവരും ഭ്രാന്തന്മാരായി. അത് ഒരാൾ കേട്ട് അയാളെ എല്ലാരോടും പറഞ്ഞു നടന്നു, ആ പുഴയിൽ കുളിക്കാൻ പറ്റുമോ, അതിൽ കുളിച്ച ഭ്രാന്തന്മാരോ. പക്ഷെ ആളുകൾ അത് കേൾക്കാതെ ഓരോരുത്തരായിട്ട് പോയി കുളിച്ചു. എല്ലാവരും ഭ്രാന്തന്മാരായി, ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഭ്രാന്തന്മാരായി. അവസാനം ഇയാള് മാത്രം ഭ്രാന്തില്ല. അപ്പൊ അവരെ നോട്ടത്തില് അവരെല്ലാവരും നോർമലും, ഈ ഭ്രാന്തില്ലാത്ത ആൾക്ക് എന്തോ ഒരു കുഴപ്പം. അങ്ങനെ ലാസ്റ്റ് വേറെ വഴിയില്ലാതെ ഇയാളും പോയിങ്ങാണ്ട് ആ കുളത്തിൽ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം യൂസ് ചെയ്തിട്ട് ഭ്രാന്തന്മാരെ പോലെ നടക്കേണ്ടി വരിക. ആ രീതിയിലേക്ക് നമ്മൾ മാറരുത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്, എന്നിട്ടും നമ്മൾ എന്തിനാ അവരെ ഫോളോ ആണോ? മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ ശിക്ഷിക്കാൻ കഴിയോ? ഇല്ല.
പക്ഷെ അള്ളാഹ്ക്ക് ശിക്ഷിക്കാൻ കഴിയും. അതും അള്ളാഹു നല്ല അടിപൊളി തീയും, അല്ലെ, തീ കൊണ്ടുള്ള കിണറ് പോലുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ശിക്ഷകൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആണോ? അതിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കാനേ നമ്മൾ ശ്രമിക്കണ്ടേ. അപ്പൊ നമുക്കൊന്ന് അവരൊക്കെ ആദ്യം നമ്മളെ ശരീരം, നമ്മളെ മനസ്സ് നരകത്തുനിന്ന് മോചിപ്പിക്കണ്ടേ. നമ്മളെ കണ്ടിട്ട് അവരെയും ഇസ്ലാമിലേക്ക് വരട്ടെ. അല്ലാതെ അവരെ കണ്ട് നമ്മൾ പലരും പറയും ഇന്നത്തെ കാലത്ത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാനും അറിയുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് കൂടുതലും അവരെ പറ്റി, ഇവരെ പറ്റി, മറ്റവരെ പറ്റി ഈ രീതിയിലാണ് വരിക. എത്രയൊക്കെ ശ്രമിച്ചാലും സംസാരത്തിന്റെ ഇടയ്ക്ക് കഥകൾ വരിക അങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ടായിരിക്കും. ആണോ? നമുക്ക് പുറത്തു വരാം. കാരണം ആ പേടിയൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് ഇട്ട് കളഞ്ഞ പോലെ ആയിരുന്നു. നമ്മൾ ഓർമ്മിക്കൂല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണ്ടിയിരുന്നു എന്നുള്ളത്. നമ്മളെ നഫ്സുൽ ലവ്വാമ ആയതുകൊണ്ടാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറ്റബോധം വരുന്നത്. നഫ്സുൽ അമ്മാറയിലാണെങ്കിൽ നമുക്ക് കുറ്റബോധം പോലും ഉണ്ടാവില്ല. നമ്മള് അങ്ങനെ തെറ്റുകൾ ചെയ്ത് അങ്ങനെ നടക്കും, ഒരു ചിന്തയില്ല എന്നറിയില്ല. ആ ഒരു സ്റ്റേജാണ് നഫ്സുൽ അമ്മാറ. നഫ്സുൽ മുത്മഇന്നയിലേക്ക് എത്തുമ്പോൾ എന്താവും? സമാധാനം അടഞ്ഞ ആത്മാവാവും. നമുക്ക് ഒരു തെറ്റും ചെയ്യൂല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല. നമ്മള് സമാധാനത്തിലെല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിട്ട് അത്രയും തവക്കൽ ചെയ്തിട്ട് നമ്മളെ ഹൃദയം മൊത്തം അള്ളാഹ്ക്ക് തവക്കൽ ചെയ്ത് നമ്മളെ ഹൃദയം പ്രകാശിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ നടക്കും. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സമാധാനം അടഞ്ഞ ആത്മാവെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് ആ ലെവലിലേക്ക് എത്തണ്ട ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്തിനാണ് ജീവിച്ചത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മളെ പലരുടെയും അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്കാലത്തുള്ള തെറ്റിദ്ധാരണകളാണ്. ഞാൻ ജീവിക്കുന്നത് ഉമ്മാക്കും ഉമ്മാപ്പാക്കും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാല് നല്ലൊരു ഭർത്താവ്, അതിനു വേണ്ടിയിട്ടുള്ള ദുആ. അത് കഴിഞ്ഞാൽ നല്ല മക്കള് നന്നാക്കി തരട്ടെ, മക്കൾ നന്നാക്കി തരട്ടെ. അത് കഴിഞ്ഞാല് ഇനി ഉമ്മാനും വാപ്പാനും നോക്കുക. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മളെ ജീവിതത്തിൽ ചെറുപ്പത്തിലാണെങ്കിലും കല്യാണം കഴിക്കുമ്പോഴാണെങ്കിലും മക്കളെ നോക്കുകയാണെങ്കിലും മക്കളെ വളർത്തുകയാണെങ്കിലും എല്ലാതും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ചിന്തയിലേക്ക് നമ്മൾ മാറണം. ആണോ? നമുക്ക് ഇതൊക്കെയും വഴിയാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇതൊക്കെയും ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ആ രീതിയിലേക്ക് നമ്മളെ മനസ്സ് മാറണം. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിലേക്ക് എടുക്കാനും അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ആയി മാറണം. അതിലൂടെ നമുക്ക് മനസ്സമാധാനം, അതാണ് മെയിൻ. നല്ല പീസ് ആയിട്ട് നല്ല മനസ്സമാധാനം ഉണ്ടാവും. അതുപോലെ ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു നമുക്കൊരു വെളിച്ചം കിട്ടും. അതേപോലെ നമ്മളെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാവും. നമ്മളെ വഴി ഏതാണ്, അല്ലെ? അള്ളാഹു സ്വർഗത്തിലേക്കും വഴി തന്നിട്ടുണ്ട്, നരകത്തിലേക്കും വഴി. നമ്മൾ നരകത്തിന്റെ വഴി പോയിട്ട് സ്വർഗത്തിലേക്ക് ആക്കണേ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നെ സ്വർഗത്ത് കേട്ടണേ 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 പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മള് ഏത് വഴിയാണോ തിരിയുന്നത് ആ വഴി ശരിയാക്കുക. അള്ളാഹുവിനോട് നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ ഫാത്തിഹയിലൂടെ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ എന്നെ നേർമാർഗത്തിലേക്ക് ആക്കണേ, നീ വഴി തെറ്റിയവരുടെയും നിന്റെ കോപത്തിന് ഇരയായവരുടെയും മാർഗത്തിലേക്ക് ആക്കരുതേന്ന് നമ്മള് 5 നേരത്തെ നിസ്കാരത്തിലും ഓരോ വക്തിലും ഓരോ റക്അത്തിലും നമ്മൾ ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ചോദിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന്റെ ശേഷം നമ്മൾ വഴി തെറ്റിപ്പോയാൽ അള്ളാഹു എനിക്ക് വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. നമുക്ക് അള്ളാഹു ബുദ്ധി തന്നിട്ട് ഏത് വഴിയിലാ പോകണ്ടേന്നുള്ള അതാലോചിക്കണ്ടേ. നമ്മളെ നേർവഴിയിലാക്കാനാണ് നിസ്കാരം തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളാണ്. സുബ്ഹാനല്ലാഹ്.
ഇങ്ങനെ മനസ്സിലാക്കുമ്പോ യെസ്, ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന് പറയുമ്പോ നമ്മളെ ഉള്ളില് ഒരു പവർ ജനറേറ്റ് ചെയ്യും, ഒരു ശക്തി കിട്ടുന്നു. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എത്രത്തോളാണെന്നുള്ളതിന് ഞാൻ ഭൂമിയിലുള്ള ഒരു രാജാവിന്റെ മെയിൻ ഭടന് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പവറാണ്. അപ്പം രാജാവിനേക്കാളും റബ്ബുൽ ആലമീനാണ് ഈ എല്ലാ ലോകത്തും സർവ്വലോക രക്ഷിതാവാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ ഭടനാണ് ഞാൻ, ആ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു പവറല്ലേ ആണല്ലോ. ഈ ലോകത്ത് എത്ര പേര് പറയാൻ ഉറപ്പുണ്ട്? അപ്പം നമ്മള് ആ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പം നല്ല മുസ്ലിമയാവുക, അല്ലെങ്കിൽ ഒരു ഗുഡ് മുസ്ലിമ എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമയാവുക എന്നുള്ള യാത്ര, ഞാനൊരു നല്ല അള്ളാഹുവിന്റെ നല്ല അടിമയാവാനുള്ള യാത്രയാണ്. ഇപ്പൊ നമുക്ക് തോന്നും ഞാൻ വീക്കാണ്, ഞാൻ ഡിപ്രഷനിലാണ്, ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാനൊരു പെർഫെക്റ്റ് മുസ്ലിം അല്ല, ഞാൻ ഹലാൽ ആയിട്ടുള്ള ജീവിതമല്ല കാഴ്ചവെക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കാം, അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു നിങ്ങൾക്ക് കഴിയുന്ന കദറിൽ മാത്രമേ കൊടുക്കൂ. എന്ന് വെച്ചാല് നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടായ ബ്രോക്കൺ പീസസ്, നിങ്ങളെ തകർച്ചകള്, നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ കരച്ചിലുകള്, ഒറ്റപ്പെടല്, നമ്മുടെ സംശയങ്ങള്, നമ്മുടെ വേദനകള്, ഇതെല്ലാം അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും സഹിക്കാൻ കഴിയുള്ളതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇത്രയും തന്നിട്ടുള്ളത്. ആണല്ലോ. ഒരു മുസ്ലിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഒരു മുസ്ലിം ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. അള്ളാഹു ഉണ്ട്, മലക്കുകളുണ്ട്, അല്ലെ? ഒരു മുസ്ലിമ ഈസ് നെവർ ഓർഡിനറി. ഒരിക്കലും ഒരു സാധാരണക്കാരിയല്ല. ഒരു യഥാർത്ഥ മുസ്ലിമ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സാധാരണക്കാരിയല്ല. നിങ്ങൾ ഒരിക്കലും അണ്ടർ വാല്യൂ ചെയ്യരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വില കുറച്ച് കാണരുത്. ഇന്നു മുതൽ ഞാൻ അള്ളാഹുവിന് വാല്യുബിൾ ആണ്, അള്ളാഹുവിന് വിലപ്പെട്ടവളാണ്, വേറെ എന്താ വേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നു മുതൽ ഞാൻ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവളാണ്. കാരണം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു, അള്ളാഹു അതിലേറെ നമ്മളിലേക്ക് എടുക്കുന്നു. വീണ്ടും നമ്മൾ കുറച്ചും കൂടി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിലേക്ക് എടുക്കുന്നു, അള്ളാഹു വീണ്ടും ഓടി നമ്മളെ എടുത്തിട്ട് വരുന്നു. ഇങ്ങനെ നമ്മളെ അള്ളാഹുവിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് ഇൻഷാ അള്ളാ ഈ ഒരു 30 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തും. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നല്ല മുസ്ലിമ എന്നത് ഒരു പെർഫെക്റ്റ് ആക്കാനല്ല, പെർഫെക്റ്റ് ഡയറക്ഷനിൽ ആക്കാനും കഴിയില്ല. നമുക്ക് അല്ല, പെർഫെക്റ്റ് ഡയറക്ഷനിലാക്കാൻ പറ്റും, പക്ഷെ ഒരു പെർഫെക്റ്റ് മുസ്ലിമെ ആക്കാൻ പറ്റൂല. കാരണം പെർഫെക്റ്റ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ യോജിക്കുള്ളൂ. നമുക്ക് നല്ല മുസ്ലിമയാവാം, പക്ഷെ എല്ലാം തികഞ്ഞ ഒരു മുസ്ലിമയായിട്ട് മാറാൻ കഴിയില്ല. ആണാവാം. കാരണം നമ്മള് മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റാം. ആ തെറ്റ് പറ്റുന്ന സമയത്ത് നമുക്കുള്ള ഒരു പുൽക്കൊടിയാണ്, അല്ലെങ്കിൽ കച്ചിത്തുരുമ്പാണ് തൗബ ചെയ്യുക എന്നുള്ളത്, പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. ആണാവാം. അപ്പം നമ്മളെ ഈ ഒരു 30 ദിവസം കൊണ്ട് ഇൻഷാ അള്ളാ പെർഫെക്റ്റ് ആവാനല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ, ഒരു നേർവഴിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് തുടങ്ങുന്നത്. ഇൻഷാ അള്ളാ. ഒരു നല്ല മുസ്ലിമ എന്ന് പറഞ്ഞ നല്ലത് ചിന്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, ഖുശൂവിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, നമുക്ക് നിസ്കാരത്തില്
ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, ഓത്തിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഫൈറ്റ് ചെയ്യണം ആരുമായിട്ട്? ഷെയ്ത്താനുമായിട്ട്. നമ്മള് സിൻസിയർലി, നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനെ നോക്കി നടക്കുകയാണ്. നമ്മളതിന് വഴി തെറ്റുന്നുണ്ട്, വഴുതി പോകുന്നുണ്ട്, വീണ്ടും എണീക്കും, വീണ്ടും അള്ളാഹുലേക്ക് അടുക്കും, വീണ്ടും നമ്മൾ വീണു പോവും, വീണ്ടും എണീക്കും, അള്ളാഹുലേക്ക് അടുക്കും, വീണ്ടും നമുക്ക് പരീക്ഷണങ്ങൾ വരും, ചിലപ്പോൾ നമ്മൾ അതിൽ വീണ്ടും വീണു പോവും, പക്ഷെ വീണ്ടും നമ്മൾ എണീക്കും, അള്ളാഹുലേക്ക് തിരിയും. എന്ന് വെച്ചാൽ നമ്മളെ അള്ളാഹുവിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താന് നമ്മളെ പരമാവധി ഉപദ്രവിക്കാനും പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. പക്ഷെ ആ സമയത്ത് ചിലപ്പം നമ്മളെ ഉം, മനസ്സ് അല്ലെങ്കിൽ നമ്മളെ നഫ്സ് ചിലപ്പോൾ കൈവിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ വീണ്ടും അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം എത്രയൊക്കെ വഴി തെറ്റിയാലും അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെട്ടതുണ്ടോ ആണോ? അതല്ല, നമ്മള് അള്ളാഹുവിലേക്ക് തിരിയാനൊന്നും കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ വിട്ടേക്കും. കാരണം അവിടെ സ്വർഗം മാത്രമല്ല ഒഴിഞ്ഞു കിടക്കുന്നത്, നരകം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കാണോ? ഓക്കെ, നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയിക്കോളൂ എന്ന് പറഞ്ഞാണ്ട് അള്ളാഹു വിട്ടേക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹുവിലേക്ക് തന്നെ എത്തണം 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 എന്ന ഒരു ചിന്തയിൽ അള്ളാഹുവിലേക്ക് തന്നെ തിരിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള അവസരങ്ങൾ തരണം അള്ളാഹ്. ആണോ? ഇന്ന് മുതൽ അള്ളാഹ് മതി എനിക്ക്. അള്ളാഹുവെ എനിക്ക് നീ മതി. അള്ളാഹു എനിക്ക് നിന്റെ വഴി മതി, നിന്റെ നേർമാർഗം മതി. ഇത് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഉള്ള കാര്യം, അള്ളാഹു നമ്മളെ എഫേർട്ടാണ് നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ റിസൾട്ടാണ് നോക്കുക. ഞാനൊരു 10 കൊല്ലം അല്ലെങ്കിൽ ആ രീതിയിൽ വേണ്ട, നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി, ഒരു വിരുന്നേര് വരുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് 5 തരം ഭക്ഷണം ഉണ്ടാക്കി. അതിൽ ഒരു ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി. അപ്പൊ അവരെന്താ കാണുക? ആ ഭക്ഷണം കൊളായിന് കേട്ടോ, അത് കുറച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് വേവ് കയറി, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി, അപ്പം അത് കൊളായിട്ടോ. അതിന് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഉണ്ടായിരിക്കും? പച്ചക്കറി മുറിച്ചിട്ടുണ്ടാവും, വേവിച്ചിട്ടുണ്ടാവും, വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവും, അരി വേവിച്ചിട്ട്, ഇങ്ങനെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ റിസൾട്ട് ആണ് മനുഷ്യർ നോക്കുക, അതിൽ ഉപ്പ് കൂടി, അത് നന്നല്ല. നേരെ മറിച്ച് അള്ളാഹു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ എഫേർട്ടാണ് നോക്കുന്നത്. ആണോ? ഞാൻ നിങ്ങളെ ചിന്തകളെയാണ് നോക്കുന്നത്. ആണോ? നിങ്ങളെ ഹൃദയത്തിലേക്കാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ആണോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ശ്രമിച്ചല്ലോ. ആ ശ്രമം എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുക്കാനാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതിലും കൂടുതൽ എന്താ വേണ്ടത് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ? ഇൻഷാ അള്ളാഹ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൂർണ്ണതയുള്ളവർ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയവൾ എന്നല്ല, അള്ളാഹുവിന് പ്രിയപ്പെടുന്ന ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ചെറിയ എക്സസൈസ് തരാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് എക്സസൈസ്. കണ്ണടയ്ക്കാം, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുത്തു വിടുക കണ്ണടച്ചിട്ട് കുറച്ച് സമയം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ചോദിക്കുക, അള്ളാഹു ഇന്ന് എന്നെ കണ്ടാൽ എങ്ങനെയാവും കാണുന്നത്? എന്റെ ഹൃദയം ഇപ്പോ ഈ സമയത്ത് എന്തുപോലെയാണ്? ഇന്നു മുതൽ ഞാൻ ഏത് രീതിയിലുള്ള മുസ്ലിമാണ് ആവേണ്ടത്? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ആർക്കാണ്? മനുഷ്യർക്കാണോ അള്ളാഹുവിനാണോ? അള്ളാഹുവേ, എന്റെ മനസ്സ് ശരിയാക്കണേ, എന്റെ ഹൃദയം
നിന്റെ പ്രകാശത്താൽ നിറയ്ക്കണേ. ഇതുപോലെ 1 മിനിറ്റ് സൈലന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ഡേ 1. അപ്പോ ഇന്നത്തെ വിഷയം സെൽഫ് റിയലൈസേഷൻ ഇസ് ദ ബിഗിനിങ് ഓഫ് മുസ്ലിമ ട്രാൻസ്ഫോർമേഷൻ. ഇതായിരുന്നു ഇന്നത്തെ വിഷയം. സെൽഫ് റിയലൈസേഷൻ ഇസ് ദ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മളെ ഒരു നല്ല മുസ്ലിമയിലേക്കുള്ള മാറ്റം. ഇന്നു മുതൽ നമ്മളെ മനസ്സിൽ നല്ല ശാന്തി, സമാധാനം, നമ്മളെ കണ്ണിൽ ഇന്നു മുതൽ പ്രകാശമാണ് ഉണ്ടാവുക. മറ്റുള്ളവരുടെ തെറ്റിലേക്കല്ല ആ കണ്ണുകൾ പോവുക, നമ്മളെ ഹൃദയത്തിലായിരിക്കും എപ്പോഴും. നമ്മളെ എല്ലാത്തിൻ്റെയും നന്മ മാത്രം കാണുന്ന കണ്ണായി മാറും നമ്മളെങ്കിൽ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ അള്ളാഹുവിന്റെ നൂറിനെ കയറ്റി കഴിഞ്ഞു. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കി. ഇനി ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രകളാണ് വരും ദിവസങ്ങളിൽ വരുന്നത് ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ എങ്ങനെ ഈ വീഡിയോ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഞങ്ങൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, അതിൽ ഇങ്ങനെ നല്ല മുസ്ലിമയാവാം, അതുപോലെ തന്നെ തഫ്സീർ, തജ്വീദ്, ഖുർആന്, ഹിഫ്ള് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു കോഴ്സാണ്. മാസം 300 രൂപയാണ് ഫീസ് വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൽ ചേരാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം. ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് അയച്ചുതരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.